കുറിച്ച് വേണ്ടാത്തത് ആലോചിച്ചവന്, ഖുതുബയുടെ ഭാഷയെ കുറിച്ച് വേണ്ടാത്തത് ആലോചിച്ചവന്, അന്യപുരുഷന്മാര് പള്ളിയിലേക്ക് പോകുമ്പോ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പോയിക്കൂടാ എന്ന് ആലോചിച്ചവന്, പാറയുടെ ഉള്ളിൽ കുടുങ്ങിയ മുട്ടയെ പോലെ കബറിന്റെ രണ്ട് ഭാഗങ്ങളും പിടിച്ചു മുറുക്കുമ്പോ അവന് പൊട്ടിത്തെറിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഓ എന്റെ മുഅ്മിനീങ്ങളെ, രക്ഷപ്പെടണ്ടേ നമുക്ക്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് പോലും ഈ കബറിലുള്ള ഇടുക്കം അനുഭവിക്കേണ്ടി വന്നില്ലയോ? മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു ഈ വിവരം വിവരിക്കുന്നത് കണ്ടോ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ വഫാത്തായി വീട്ടിൽ കിടക്കുന്ന സമയത്ത് മഹറജിനാ അള്ളാന്റെ തിരുദൂതരോടുകൂടെ സഅദിന്റെ മയ്യത്ത് കാണാൻ ഞങ്ങൾ ജനാസക്കരികിലേക്ക് ചെല്ലുമ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അതല്ലദീ തഹറക ലഹുൽ അർശു വഫതിയത് ലഹു അബ്വാബുസ് സമാ വശഹിദഹു സബഊന അൽഫൻ മിനൽ മലായിക. ഈ കിടക്കുന്ന മയ്യത്ത് ചില്ലറക്കാരനല്ല, ഈ കിടക്കുന്ന മയ്യത്ത് ചില്ലറക്കാരനല്ല. അദ്ദേഹം മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് പോലും കിടകിടാവിറച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മയ്യത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് ആകാശത്തോട്ട് ഉയർത്തപ്പെടുമ്പോ ആകാശത്തിന്റെ വാതിലുകൾ അദ്ദേഹത്തിന് വേണ്ടി മലർക്കെ തുടക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ 70,000 റഹ്മത്തിന്റെ മാലാകമാരി ഇറങ്ങി വന്നിട്ടുണ്ട്, സാക്ഷിയായിട്ടുണ്ടെന്ന് റഹ്മാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിനോട് സഅദ് ഇബ്നു മുആദ് തങ്ങളെ മയ്യത്തിലെ പുരോഗമനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മഹത്വത്തെ കുറിച്ച് വിശദീകരിക്കുന്നു. അങ്ങനത്തെ മഹാനായ സഅദ് തങ്ങളില്ലയോ? ഓ സഅദ് തങ്ങളെ പോലും ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. സഅദിനെ പോലെ മറ്റൊരാൾക്ക് അർശ് കുലുങ്ങിയത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളങ്ങനെ ഒന്ന് കേട്ടിട്ടില്ല, ഞങ്ങൾക്കങ്ങനെ ഒരു പരിചയമില്ല. അങ്ങനത്തെ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെക്കപ്പെടുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് തസ്ബീഹ് ചൊല്ലിയല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് തക്ബീർ ചൊല്ലിയല്ലോ, സുബ്ഹാനല്ലാഹ് ചൊല്ലിയല്ലോ, അല്ലാഹു അക്ബർ ചൊല്ലിയല്ലോ. സഹാബത്ത് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ നബി തങ്ങളോട് ചോദിക്കുന്നു, യാ നബിയേ, നിങ്ങളോട് ആയിരക്കണക്കിന് മയ്യത്തിനെ അനുഗമിച്ച് ഞങ്ങൾ വന്നിട്ടുണ്ട്, മറവ് ചെയ്യാൻ കൂടെ വന്നിട്ടുണ്ട്. ഇന്നേവരെ ഒരാൾക്കും തക്ബീർ ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടിട്ടില്ലല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബത്തേ, ലഖദ് തബായക അലാ ഹാദൽ അബ്ദി സ്വാലിഹ് ഖബ്റുഹു. ഈ മയ്യത്തിനെ ഖബറിലേക്ക് വെച്ചപ്പെടുമ്പോ, മഹാനായ സഅദ് തങ്ങളെ ഖബറിലേക്ക് വെച്ചപ്പോ ഖബറിന്റെ രണ്ട് ഭാഗവും പിടിച്ചു മുറുക്കി. ഈ പിടിച്ചു മുറുക്കുന്ന വേദനാജനകമായ അവസ്ഥ കണ്ടപ്പോ ഞാൻ തസ്ബീഹ് ചൊല്ലിയതാണ്, അത്ഭുതം കണ്ടപ്പോ തസ്ബീഹ് ചൊല്ലിയതാ. എന്നാൽ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ തക്ബീർ ചൊല്ലിയതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. ആയതുകൊണ്ട് തന്നെ സഅദ് തങ്ങളും പെട്ടുപോയ, കുടുങ്ങിപ്പോയ ആ ഒരു ദുരൂഹമായ അവസ്ഥയിൽ ഇങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ മാർഗങ്ങളില്ല, രക്ഷപ്പെടുകയില്ല.
പക്ഷേ രണ്ട് അനുഭവത്തിലായി അനുഭവിക്കുന്നവരാണ്. സത്യവിശ്വാസിയാണോ സന്തോഷമായിരിക്കും. ഉമ്മയുടെ തലയോടല്, ഉമ്മയുടെ കെട്ടിപ്പിടിക്കൽ ഇഷ്ടപ്പെടാത്തവരുണ്ടോ? അതേ വേദന അനുഭവിക്കുന്ന കുട്ടി ഉമ്മയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഉമ്മയതാ മാറിടത്തോട് അണച്ചു പിടിക്കാറില്ലേ? രാജ്യം വിട്ടുപോയ പൊന്നുമോന് കൊല്ലങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഉമ്മ കെട്ടിപ്പിടിക്കാറില്ലേ? ആ പിടുത്തത്തിന് നമുക്ക് വേദന അനുഭവിക്കുന്നെങ്കിലും ആ വേദനക്കൊരു സുഖമുണ്ടല്ലോ. കബറിന്റെ പിടിച്ചു മുറുക്കം വല്ലാത്ത സുഖമായിട്ട് സത്യവിശ്വാസികൾക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ എന്റെ മുഅ്മിനേ, ഇത് പ്രായപൂർത്തിയെത്തിയവര് മാത്രമല്ല, ചെറിയ ഒരു കുട്ടി മരിച്ചാൽ കബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. മുല കുടിക്കുന്ന കുട്ടിയാണോ ജനിച്ച ഉടനെ മരിച്ചാലോ ആ കുട്ടിയെ കവറിൽ പിടിച്ചു കൊടുക്കുന്നു. മഹാനായ ഇമാം തുബറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഅ്ജമുൽ കബീറിൽ അബൂ അയ്യൂബുൽ അൻസാരിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കണ്ടോ? മദീനയിൽ ഒരു കുട്ടി മരിച്ചപ്പോ ആ കുട്ടിയുടെ മയ്യത്തുമായി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് വിധങ്ങൾ പറഞ്ഞു, ലൗ അഫലത അഹദും മിൻ ലമ്മത്തിൽ ഖബരി ലഅബറത ഹാദാ സബിയ്യ. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ രക്ഷപ്പെടുവായിരുന്നെങ്കിൽ ലഅബറത ഹാദാ സബിയ്യ, ഈ കുഞ്ഞുകുട്ടിയെങ്കിലും രക്ഷപ്പെടുമായുള്ളൂ. ഇല്ല, കുട്ടികൾക്ക് രക്ഷയില്ല, പ്രായമുള്ളവർക്ക് രക്ഷയില്ല, പണ്ഡിതന്മാർക്ക് രക്ഷയില്ല, സാധാത്തുക്കൾക്ക് രക്ഷയില്ല, ആണിനോ പെണ്ണിനോ രക്ഷയില്ല. ഓ എന്റെ മുമ്പില് ഈ കബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പെണ്ണേ ലോകത്തുണ്ടായിട്ടുള്ളൂ. അബൂബക്കർ തങ്ങൾക്ക് രക്ഷ വന്നിട്ടില്ലല്ലോ, ഉമർ തങ്ങൾക്ക് രക്ഷ വന്നിട്ടില്ലല്ലോ, ഇനി ഒരാളും രക്ഷപ്പെടുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരേ ഒരു പെണ്ണിനെ രക്ഷ വന്നിട്ടുള്ളൂ. ആരാണ് ആ പെണ്ണെന്നറിയണോ? ഫാത്തിമ ബിൻത് അസദ് എന്ന് പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൂജുമ്മയില്ലയോ? ഫാത്തിമ ബിൻത് അസദ് എന്ന് പറഞ്ഞത് നബി തങ്ങളുടെ പൊന്നുമ്മ മരണപ്പെട്ടതിന് ശേഷം റസൂലുള്ളാഹിനെ പിടിച്ചു വളർത്തിയ പെണ്ണാ. അങ്ങനത്തെ ഒരു ഉമ്മയല്ലാതെ കബറിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. അതിന്റെ കാരണം എന്താ? ചില്ലറയല്ല. ഫാത്തിമ ബിൻത് അസദ് എന്ന് പറയുന്ന പോറ്റുമ്മ മരിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന് വല്ലാത്ത വേദനയാണ്, റസൂലുള്ളാഹിക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. ഒരു നേരം റസൂലുള്ളാഹി മയ്യത്തിനെ അനുഗമിക്കുമ്പോ മുമ്പോട്ട് പോകുന്നു, കുറച്ചു കഴിഞ്ഞാ പിന്നോട്ട് പോകുന്നു, മറ്റൊരു സമയത്ത് വലഭാഗത്തോട്ട് നിൽക്കുന്നു, അത് കഴിഞ്ഞാ ഇടഭാഗത്തോട്ട് നിൽക്കുന്നു. ഇങ്ങനെ ഹബീബായ നബി തങ്ങൾക്ക് തന്നെ ഒരു തഹയ്യുറ് ഞങ്ങൾ കണ്ടു. എന്നോ റസൂലുള്ളാഹിക്ക് ഒരു അസ്വസ്ഥതയാണ്. മഹാന്മാരായ സ്വഹാബികള് പെണ്ണുങ്ങളെ ബക്കറ്റിട്ട് ഒരു പെരീത്തെ കാര്യം നോക്കണം, കുട്ടികളെ കാര്യം നോക്കണം. നിങ്ങൾ നേരെ പെണ്ണുങ്ങളെ വാക്കിട്ട് ബക്കറ്റിട്ട് ബക്കറ്റിന് കൊടുത്തിട്ട് പോരെ, അത് മതി. അല്ലാഹു നമുക്ക് കാഫിയത്ത് കിട്ടും. നിങ്ങളുള്ള സ്നേഹം കൊണ്ട് പിന്നേരെ മത്തണ്ടാകുന്ന എന്തോ ഒരു ചുരുക്കുള്ള ചിരിയാണ്. ആ പെണ്ണുങ്ങളോട് അടുപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് തേരാൻ കുറിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എങ്ങനെ തരുന്നല്ലേ സോത്തര നിരത്തി തരട്ടെ. അവ എവിടെയുള്ള ഫാത്തിമ ബിൻത് അസദിന്റെ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോ നിബിതങ്ങൾക്കുള്ള അസ്വസ്ഥത ഞങ്ങളെ കണ്ടുപോയി. ഓ എന്റെ ഉമ്മ, എന്തുകൊണ്ടാ ഫാത്തിമ രക്ഷപ്പെട്ട
മരണപ്പെട്ടത്. എന്തുകൊണ്ടാ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖബറിൽ ഇടുക്കമില്ലാതെ രക്ഷപ്പെട്ടത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഫാത്തിമ ബിൻത് അസദിന്റെ മയ്യത്ത് ഈ ഖബറിന്റെ പരിസരത്ത് വെച്ചതിന് ശേഷം അവിടുത്തെ തലപ്പാവ് ഊരി വെക്കുന്നു, അവിടുത്തെ തൊപ്പി ഊരി വെക്കുന്നു, അവിടുത്തെ ഷർട്ട് ഊരി വെക്കുന്നു. ഔറത്ത് മറക്കാനുള്ള വസ്ത്രമില്ലാതെ നബി തങ്ങളുടെ ശരീരത്തിന് മറ്റൊരു വസ്ത്രവുമില്ല. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖബറിലേക്ക് ഇറങ്ങിയില്ലയോ? നബി തങ്ങളുടെ പൊന്നു ശരീരം മണ്ണോട് ചേർത്തി വെച്ചില്ലയോ? എന്നിട്ട് നബി തങ്ങൾ അവിടെ കിടന്ന് ഉരുണ്ടില്ലയോ? ആ റസൂലുള്ളാഹ് ഉരുളുമ്പോ ഹബീബിന്റെ ശരീരത്തിന്റെ സർവഭാഗങ്ങളും അവരുടെ പല ഭാഗങ്ങളിലും തട്ടിയല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ ഖബറില് റസൂലുള്ളാഹിന്റെ പൊന്നു ശരീരം തട്ടിയതിന്റെ പേരിൽ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ ഖബറിൽ ഇടുക്കമില്ല. എന്നിട്ടോ ഈ ഉമ്മാന്റെ ഖബറിലേക്ക് വെച്ചുകൊണ്ട്, ഈ മയ്യത്തിനെ ഖബറിലേക്ക് വെച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നു, അല്ലാഹുല്ലദീ യുഹീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത്. ജീവിപ്പിക്കുന്ന റബ്ബേ, മരിപ്പിക്കുന്ന റബ്ബേ, ജീവിക്കുന്നവ റബ്ബേ, മരിക്കാത്ത റബ്ബേ, യഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ, എന്റെ ഈ പൊന്നുമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വസിയ മദ്ഹലഹാ, ഈ ഉമ്മ കിടക്കുന്ന ഇടത്തെ നീ ഒന്ന് വിശാലമാക്കി കൊടുക്കണോ? എനിക്ക് നബിയ്ക്കാവൽ അംബിയാ ഇല്ലദീന മിൻ ഖബലി, നിന്റെ നബിയാകുന്ന സാധുവായ എന്റെ ബർക്കത്ത് കൊണ്ട്, ഹഖ് കൊണ്ട്, നിന്റെ സർവ്വ അംബിയാക്കളുടെ ഹഖ് കൊണ്ട് ഈ ഉമ്മാനെ ഖബറിൽ വെച്ച് ശിക്ഷിക്കല്ല അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് ദുആയിരുന്നു. ആ ദുആഇന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഇമാം തുബറാനിയും ഹക്കീമും മീസാനുൽ ദഅബ് എന്ന് പറയുന്ന കിതാബിൽ ഉദ്ധരിക്കുന്ന ഹദീസാ ഞാൻ ഈ പറഞ്ഞത്. ഒന്നും നമുക്ക് സുമാറ് പറയാനുള്ളതല്ല. രക്ഷപ്പെടാനൊരു മാർഗമുണ്ട് ഹബീബ് പഠിപ്പിച്ചത്. നിന്റെ ഖബറിലുള്ള ഇടുക്കോ നിനക്ക് നിന്റെ ഉമ്മാന്റെ കെട്ടിപ്പിടുത്തം പോലെ അനുഭവിക്കണമെന്നുണ്ടോ? ഓ എന്റെ മുതഅല്ലിമീങ്ങളെ, അതിൽ നിന്ന് ഞാനും നിങ്ങളും രക്ഷപ്പെടുന്നില്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച മംഗലാപുരത്ത് വയലിന് പോയപ്പോ അവിടെയുള്ള ദർസിലുള്ള ഒരു മുതഅല്ലിമ അലക്കി കഴിഞ്ഞതിന് ശേഷം തോരയിടാൻ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോയതോ. പിന്നീട് ഉസ്താദ് ചെല്ലുമ്പോ അതേ തസ്ബീഹിന്റെ നേരെ വെത്തിയിട്ടോ ഈ കുട്ടിയെ കാണാതെ വന്നപ്പോ അവിടെയുള്ള മുതഅല്ലിമീങ്ങളെ തെരഞ്ഞു പിടിക്കാൻ പല സ്ഥലങ്ങളിലും ചെന്നിട്ടും കണ്ടില്ലല്ലോ. അവസാനം ബിൽഡിങ്ങിന്റെ മുകളിൽ ജീവനറ്റ് കിടക്കുന്നു കേട്ടോ. ആ മുതഅല്ലിമിനൊരു രോഗവുമില്ല, ഒരു പ്രശ്നവും ജീവിതത്തിലുണ്ടായിട്ടില്ല. ആ മുതഅല്ലിമിന്റെ ഉപ്പ ആ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വലിയ മുതലാളിയാണ്. എന്തേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ വയറ് പൂർത്തിയാക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? ഇന്ന് നമ്മൾ കിടക്കുന്നത് കിടക്കയിലാണോ, അല്ലെങ്കിൽ പായയിലാണോ, അല്ലെങ്കിൽ തലയിണ ഉപയോഗിച്ചാണോ, ചൂടെടുത്ത ഫാൻ ഉപയോഗിച്ചാണോ? നാളെ നമ്മൾ ശരീരത്തിന് ഈ കബറിലേക്ക് വെക്കപ്പെടുമോ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കാറില്ല. ഇങ്ങനൊരു ആലോചനയുണ്ടെങ്കിൽ നമ്മുടെ സമയം വെറുതെ കളയുമോ? നമ്മുടെ സമയം വെറുതെ ഇല്ലാതെയാക്കുമോ? ഓ എന്റെ മുതഅല്ലിമീങ്ങളെ, നിങ്ങളോട് ഉപദേശിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല, അതിനുള്ള വിജ്ഞാനവും എന്റെ അടുക്കലില്ല. പക്ഷേ നിങ്ങൾ
നിങ്ങളോട് ഈ ഹരീതുകളെന്ന് പറഞ്ഞപ്പോ സാന്ദർഭികമായൊന്നും ഉണർത്തിയെന്ന് മാത്രം നിങ്ങളോട് പറയുമ്പോ അത് ഞാനും കേൾക്കുന്നുണ്ട്. എന്നോടുള്ള ഒരു ഉപദേശം കൂടിയാണ്. അല്ലാഹു നാം എല്ലാവരെയും നന്നാക്കി തരട്ടെ. എന്ന പോലെ ചെറുപ്പക്കാരാ, ഇന്ന് നിനക്ക് ആരോഗ്യമുണ്ട് അല്ലേ? നിന്റെ ശരീരത്തിൽ നല്ല വസ്ത്രങ്ങളുണ്ട് അല്ലേ? നിന്റെ ശരീരത്തിൽ നിന്ന് ഈ വസ്ത്രം ഊരിയെടുക്കുന്ന ഒരു സമയമുണ്ടോ? നിന്റെ വാച്ച് ഊരിയെടുക്കുന്ന ഒരു സമയമുണ്ടോ? നിന്റെ ടൈറ്റ് മുന്നിലുള്ള പേന്റ് ഒഴിവാക്കുന്ന ഒരു സമയമുണ്ടോ? ആ സമയം ഇന്നല്ലെങ്കിൽ നാളെ എത്താനുള്ളതാണ്. അത് കഴിഞ്ഞ പുതിയ 3 വസ്ത്രം നമുക്ക് വാങ്ങിത്തരുന്നുണ്ട്. അത് വാങ്ങാൻ നീ പോവില്ല. നിന്റെ വാഹനം നീ വിളിക്കേണ്ടതില്ല. നാട്ടുകാരൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരോ? നിന്നെ എല്ലാവരെയും കൊണ്ടുപോകുമ്പോൾ നല്ല ഉയർത്തിപ്പിടിച്ചിട്ടാ കൊണ്ടുപോകുക. അത് ചില്ലറ വാഹനമല്ലോ. അത് കഴിഞ്ഞ് നീ ആ കബറിലേക്ക് ചെല്ലുമ്പോ അവിടെ മണ്ണാണ് കേട്ടോ. ഓ എന്റെ പെങ്ങളെ, നീ ചുവപ്പിക്കുന്ന നിന്റെ ചുണ്ടില്ലയോ? നീ പൗഡറിടുന്ന നിന്റെ കവിളില്ലയോ? നീ കറുപ്പിക്കുന്ന നിന്റെ കണ്ണില്ലയോ? ആ കവിളത്തെ കൊടുക്കളഴിക്കാൻ ഒരു ദിവസം വരാനുണ്ടോ? ആ കവിള ചീഞ്ഞഴിക്കാൻ ഒരു സമയം വരാനുണ്ടോ? എന്റെ കണ്ണ് മുഴുവനും നഷ്ടപ്പെട്ടു പോയി. ആ കണ്ണിന്റെ സ്ഥാനത്ത് 2 ഗുഹകൾ വരാനുള്ള സമയമെടുത്തിട്ടുണ്ടോ? ഈ ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. റബ്ബേ, ഈമാനോടുകൂടെ മരിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇതിനൊരു പരിഹാരം പറയുന്നുണ്ട്. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഫീ മർദി മൗതിഹി 100 മർറ. ഏത് രോഗം വരുമ്പോഴോ, ഏത് ദിവസം വരുമ്പോഴോ, നീ മരിക്കാൻ കിടക്കുന്ന രോഗമില്ലയോ? ആ രോഗത്തിനിടയിലോ 100 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ലം യുഫ്തന ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ ശിക്ഷയില്ല, അവിടെ തേട് വരാനില്ല, അവിടെ പാമ്പുകൾ വരാനില്ല, അവിടെ ചീഞ്ഞരിക്കലില്ല. ഖബറിന്റെ ഇടുക്കം അവിടെ വരുന്നില്ല. മലക്കുകളുടെ കയ്യിലായി നിനക്ക് സിറാത്ത് പാലം വിട്ടുകിടക്കാനുണ്ടോ? അതിന് നീ ചെയ്യേണ്ടത് ഏതാണോ? രോഗത്തിലായി കിടക്കുമ്പോ ആ രോഗത്തിനിടയിൽ 100 പ്രാവശ്യം കൊലുപുവന്താകുക എന്ന് ഓതി തീർക്കണം കേട്ടോ. എന്നാൽ എപ്പോ രോഗം വരൂ, എപ്പോൾ മരിച്ചു പോകോ, എങ്ങനെ മരിച്ചു പോകോ എന്നൊരാൾക്കും പറയാൻ കഴിയില്ല. ഞാൻ തന്നെ ഒരു ചെറിയ നൂലിലേക്ക് രക്ഷപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. കഴിഞ്ഞ മാസമല്ല, അതിന്റെ മുമ്പത്തെ മാസം റബീഉൽ അവ്വലിന്റെ അതേ നടുവിലെ ഒരു 15ഓ 16ഓ ദിവസങ്ങൾ സീസണാണ്. ഇനിയൊരു തിരൂരിൽ നിന്ന് വയത് കഴിഞ്ഞോ ഞാൻ നെൽമൂരിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ മുന്നിലെ സീറ്റിൽ ഞാൻ കിടന്നുകൊണ്ടിരിക്കുകയോ. സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് ഞാനങ്ങ് ഉണക്കുറഞ്ഞ സമയത്ത് എന്റെ ശരീരത്തിൽ മൊത്തം രക്തം തന്നെ. താടിയന്റെ രക്തം പൊട്ടിയിട്ട് അതേ താഴ്ത്തി കിടക്കുന്നു. ഇങ്ങനെ അങ്ങ് പിടിച്ചാ ഇളകാൻ തുടങ്ങുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് കള്ളത്തോട് ഉസ്താദിന്റെ അടുക്കലിൽ നിന്ന് വരുന്ന 3-4 ചെറുപ്പക്കാരി അവസ്ഥ കണ്ടു. എല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, പോരിലുള്ള ഹോസ്പിറ്റലിൽ പറഞ്ഞു രക്ഷയില്ല, മഞ്ചേരിയിലേക്ക് കൊണ്ടുപോകണോ. അങ്ങനെ മഞ്ചേരിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ 1 മാസത്തെ ചികിത്സ നടത്തിയിട്ടാണ് ഈ സാധുവായ ഞാൻ തന്നെ. എന്റെ പല്ലിന് ഇപ്പോഴും ശക്തിയില്ല, കട്ടിയുള്ള ഒരു ഭക്ഷണം എനിക്ക് കഴിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യാനാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കളോടുള്ള മഹബത്ത് കൊണ്ട്, ഖബറുൽ മക്കാത്തബുൽ ഉസ്താദിനോട് അതിയായ മഹബത്ത് കൊണ്ട് താജുൽ ഉലമക്ക് ഇക്കാലം അത്രയും ഓരോ വയലിലും
ദുആ ചെയ്തതിന്റെ മഹത്വം കൊണ്ട് നിങ്ങളെ പോലോത്ത മുഅ്മിനീങ്ങളെ ദുആഇന്റെ ഫലമെന്നോട് വയത് പറയുന്നു എന്ന് മാത്രം റഹ്മാനായ റബ്ബ് പോലെ ശിഫ നൽകുമാറാകട്ടെ. റബ്ബേ, നിന്റെ പരീക്ഷണങ്ങളൊന്നും തടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല അല്ലാഹ്. ഞങ്ങളെല്ലാ പാവപ്പെട്ട ഈമാനില്ലാത്തവരോട് ഒരു രോഗം വരുമ്പോഴേക്ക് അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ അലിഞ്ഞു പോവുകയാണ്. ഇന്ന വലിയ പരീക്ഷണങ്ങളൊന്നും ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന മാരക രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. ഏത് രോഗം പിടിപെടുമ്പോഴോ അല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഒരു 100 തവണ ചൊല്ലിയോ എന്നാൽ ഖബറിൽ ശിക്ഷയില്ല, ഖബറിൽ ഇടുക്കമില്ല. അതേ സിറാത്ത് പാലം വളരെ സന്തോഷത്തോടുകൂടെ വിട്ടുകിടക്കാനും കഴിയുള്ളൂ. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഖബറിൽ ആദ്യം വെക്കപ്പെടുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിലെ ആദ്യത്തെ രാത്രി അത് വല്ലാത്ത ഭീകരമാണ്. പകലിനേക്കാൾ കഷ്ടതയാണ് ആദ്യത്തെ രാത്രി, സഹിക്കാൻ കഴിയില്ല കേട്ടോ. അറിയോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് നബവി അബൂ അബ്ദുൽ മുഅ്തി റളിയല്ലാഹു അൻഹുവിന്റെ നിഹായത്തുൽ ദൈനി ഫീ ഇർഷാദ് മുഹ്തദീൻ എന്ന ഖുർറത്തുൽ ഐനിൽ ഒരു ഹാഷിയുണ്ട്. നമ്മളെല്ലാം ഓതുന്ന ഫത്വൽ മുഈനിന്, ആ ഫത്വൽ മുഈനിന്റെ മതിലില്ലയോ ഖുർറത്തുൽ ഐൻ, ആ ഖുർറത്തുൽ ഐനിൽ ഒരു ശർഹുണ്ട്. അതിന്റെ പേരാ ഞാൻ പറഞ്ഞത്, നിഹായത്തുൽ ദൈനി ഫീ ഇർഷാദിൽ മുഹ്തദീൻ. ഇതിന്റെ 1-ാം വാള്യത്തിൽ 107-ാമത്തെ പേജിൽ ഒരു ഹദീസ് റസൂലുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. എന്ന പോലെ തന്നെ മരിച്ചയാളുകൾക്ക് 1-ാമത്തെ രാത്രിയിൽ മുഅ്മിനീങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു നിസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ടോ. ഓ എന്റെ ഉമ്മ, മയ്യത്ത് നിസ്കാരം നിങ്ങൾക്ക് സുന്നത്തില്ല, മയ്യത്തിനെ അനുഗമിക്കൽ നിങ്ങൾക്ക് സുന്നത്തില്ല. എന്നാലോ ഓ എന്റെ ചെറുപ്പക്കാരാ, മയ്യത്ത് നിസ്കാരമല്ലാത്ത മറ്റൊരു നിസ്കാരം നമ്മുടെ മരിച്ച ഉപ്പാക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് നിർബന്ധമില്ല, സുന്നത്താണ്. എന്ന പോലെ തന്നെ ഈ മയ്യത്ത് നിസ്കാരമല്ലാത്തൊരു നിസ്കാരം നമ്മുടെ ഉപ്പാക്കൊന്ന് നിർവഹിച്ചു കൊടുക്കാൻ, നമ്മുടെ ഉമ്മാക്കൊന്ന് നിർവഹിച്ചു കൊടുക്കാൻ, നമ്മുടെ സഹപ്രവർത്തകർക്കൊന്ന് നിർവഹിച്ചു കൊടുക്കാനുള്ള മനസ്സ് നമ്മളെ കാണിക്കണം കേട്ടോ. ഏതാണ് ആദ്യ രാത്രി, ഏതാണ് ഭീകരമായ രാത്രി? ഹബീബായ വിധങ്ങൾ പറയുന്നത് കണ്ടോ. അതേ ഖബറിലുള്ള ആദ്യ രാത്രിയിൽ ഈ കല്യാണം കഴിച്ച രാത്രിയെ പോലെയല്ല. ഒന്നാമത്തെ രാത്രിയേക്കാൾ, ഖബറിലുള്ള ആദ്യ രാത്രിയേക്കാൾ ശക്തമായ ഒരു അവസ്ഥയും ഒരു മയ്യത്തിനും അനുഭവിക്കാനില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി. വിധങ്ങൾ പറയുന്ന ഏറ്റവും പ്രയാസകരമായ ഒരു അവസ്ഥയാണിത്. ഖബറിലേക്ക് വെക്കപ്പെടുന്ന ആദ്യത്തെ രാത്രിയിൽ അത് വല്ലാത്ത വേദനാജനകമായ അവസ്ഥയാണോ. എന്നിട്ട് നിബിധങ്ങൾ പറഞ്ഞ ഫർഹമോ ബിസ്സദഖതി മയ്യമൂത, നിങ്ങളിൽ നിന്ന് മരിച്ച ആളുകൾക്ക് ആ ദിവസം നിങ്ങൾ കരുണ ചെയ്യണേ, സ്വതക കൊടുത്തുകൊണ്ടോ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് ശേഷം ഫമൻ ലാ യജിദ് ഫൽയുസല്ലി റകഅതൈൻ യഖറഉ ഫീഹിമാ. ആദ്യത്തെ രാത്രിയിൽ, ഖബറിലേക്ക് വെക്കപ്പെട്ട ആദ്യത്തെ രാത്രി നീ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ നീ പള്ളിയിലാണെങ്കിൽ, ഓ എന്റെ ഉമ്മ നിങ്ങളെ വീട്ടിലല്ലേ, വീട്ടിൽ വെച്ചാണെങ്കിൽ ആൺ പെണ്ണ് വ്യത്യാസമില്ല. ഇങ്ങനത്തെ ഒരു 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കണമെന്നോ ലോകത്തിന്റെ മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹി.
മയ്യത്ത് നിസ്കാരമല്ലാത്ത നിസ്കാരം. ഏതാണ് ആ നിസ്കാരത്തിന്റെ രൂപം? മുഅ്മിനീങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചോ. ഇതിപ്പോ പറഞ്ഞു, വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉസ്താദുമാരോട് ചോദിക്കാം. പക്ഷേ ഇത് നമ്മുടെ ആഖിറത്തിന് വേണ്ടി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മുടെ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള നിസ്കാരമാണ്. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്കുള്ള കരുണയുടെ നിസ്കാരമാണ്. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് അങ്ങ് തിരിച്ചു പോന്നാ പോരാ. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോ ഉമ്മ നെഞ്ചത്തടിച്ച് കരഞ്ഞത് കൊണ്ടായില്ല. മയ്യത്ത് നിസ്കരിക്കൽ നിങ്ങൾക്ക് നിർബന്ധമോ സുന്നത്തോ അല്ലെങ്കിലോ നിങ്ങൾക്ക് ആ മയ്യത്തിന് വേണ്ടി ആ 2 റക്അത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കാവുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 2 റക്അത്ത് നിസ്കാരത്തിന്റെ രൂപം പറയുന്നു. സാധാരണ 2 റക്അത്ത്, സാധാരണ 2 റക്അത്ത്. ഈ എന്റെ മരണപ്പെട്ടു പോയ ആ മയ്യത്തിന്റെ ഉപകാരത്തിന് വേണ്ടി 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നോ അതുപോലത്തെ നിയ്യത്തുകളോ നിങ്ങൾ നിർവഹിക്കുക. ഒരു നല്ല നിയ്യത്ത്, നല്ല നിയ്യത്ത് വെച്ചിട്ട് തക്ബീർ സാധാരണ കെട്ടുന്ന പോലെ അല്ലാഹു അക്ബർ തക്ബീർ വജ്ജഹത്തു നിങ്ങൾ ഓതിക്കോളൂ. ഹദീസിൽ വജ്ജഹത്തുവിന്റെ വർത്താനം. ഏതായിരുന്നാലും ഈ തക്ബീർ കെട്ടിയതിനു ശേഷം ഫാത്തിഹ സൂറത്ത്, സാധാരണ നമ്മളെ വഴി ഫാത്തിഹ സൂറത്ത്, ഫാത്തിഹ സൂറത്ത് ഓതിയതിനു ശേഷം വഖുൽ ഹുവല്ലാഹു അഹദ് അക്ഷരമാണ്. ഫാത്തിഹയ്ക്ക് ശേഷം 10 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ്. കേൾക്കുന്നങ്ങളെ എന്റെ എന്താ ഒരു മറുപടി ഞാൻ പറയട്ടെ. ഒരു ഫാത്തിഹ സൂറത്ത്, ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് ഒരു 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്. പിന്നെ ആയത്തുൽ കുർസി, ഒരു ഫാത്തിഹ 10 ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ആയത്തുൽ കുർസി. അത് കഴിഞ്ഞിട്ടോ വഅൽഹാകുമുത് തകാസുർ, അൽഹാകുമുത് തകാസുർ എന്ന സൂറത്ത് ഒരു പ്രാവശ്യം. അപ്പൊ എത്ര സൂറത്തായി മൊത്തം? ഫാത്തിഹ 10 ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ആയത്തുൽ കുർസി, ഒരു അൽഹാകുമുത് തകാസുർ. എത്ര? 71, 13. ഞാൻ പോയ സ്കൂൾക്ക് എന്നെ ചോദിക്കുന്നു ആരായത്? ഇതാണ് ഫാത്തിഹ, ഇതാണ് നിസ്കാരത്തിന്റെ രൂപം. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു വയഖൂലു ബഅദ സലാം, സലാം വീട്ടിൽ പിന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാം. പിന്നെ സാധാരണ നിസ്കരിക്കണം പോലെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ, സലാം വീട്ടിട്ട് ദുആയിരക്കണം. അല്ലാഹുമ്മ ഇന്നി സല്ലൈതു ഹാദിഹി സ്വലാം, اللهم إني صليت هذه الصلاة فتعلم ما أريد. ഞാൻ ഈ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് നിനക്കറിയാം. اللهم بعد ثوابها إلى قبر ابن فلان ابن فلان. ഈ നിസ്കാരത്തിന്റെ പ്രതിഫലം അബ്ദുറഹ്മാൻ എന്നവരുടെ മകളായ ഫാത്തിമാക്ക്, അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളുടെ മകളായ മകളായ ഫാത്തിമാക്ക്, അല്ലെങ്കിലോ അഹമ്മദ് ഹാജിയുടെ മകനായ മുഹമ്മദിനോ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ എന്നൊരു ദുആഉ ചെയ്യുക. ഇങ്ങനെ ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ إلى قبره ألف ملك مع كل ملك نور وأهدية يونسه إلى يوم ينفخ في الصور. ഒന്നാമത്തെ രാത്രി ആദ്യ രാത്രി സന്തോഷകരമാകണമെങ്കിൽ അല്ലാഹു തആല ഉടനെ തന്നെ 1000 മലക്കുകളെ ഈ ഖബറിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുന്നു. ഓരോ മലക്കിന്റെ കയ്യിലോ പ്രകാശമുണ്ട് കേട്ടോ, സൗന്ദര്യമുണ്ട് കേട്ടോ. പിന്നീട് ആ ഖബറിൽ മുഷിപ്പില്ലോ എന്ന ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് നബവി അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുഅ്തി റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോ. അല്ലാഹുവിന്റെ
ദൂതർ വീണ്ടും പറയുകയാണ്, ഇന്ന ഫാഇല ദാലിക, ഈ നിസ്കാരം നിർവഹിച്ചയാള് ലഹു സവാബുൻ ജസീർ, കബറിലുള്ള ആളിന് പ്രതിഫലമുള്ളതുപോലെ മരിച്ചയാള് വേണ്ടി നിസ്കരിച്ച ആൾക്കും പ്രതിഫലമുണ്ട്. ഇൻഹു അന്നഹു ലാ യഖ്റുജു മിന ദുനിയാ ഹത്താ യറാ മകാനഹു ഫിൽ ജന്ന. മരിക്കുന്നതിന് മുമ്പ് ആ തൊട്ട സമയം വരെ അവൻ കാണാത്ത സ്വർഗം കണ്ടിട്ടല്ലാതെ ഈ നിസ്കരിക്കുന്നവൻ മരിക്കുന്നില്ലോ എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളെ പണ്ഡിതർ വിശദീകരിക്കുന്നു, തുബാലി അബ്ദിൻ വലബ അലാ ഹാദിഹി സ്വലാഹ്. ഈ നിസ്കാരം സ്ഥിരമായി കുല്ലലീലത്തിന് ഓരോ രാത്രിയിലോ നിർവഹിക്കുന്നവന് വല്ലാത്ത സന്തോഷം തന്നെയാണ്. വാഹദാ സവാബാ ലികുല്ലി മയ്യിത്തിൻ മിനൽ മുസ്ലിമീൻ. അവൻ ഓരോ ദിവസവും ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ നല്ലത് തന്നെയാണ്. എന്നിട്ട് അവൻ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരു ഹദിയ, മുമ്പ് കാലങ്ങളെ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഏറ്റവും ശക്തമായ സുന്നത്ത് മരിച്ച ആദ്യത്തെ രാത്രിയിലാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചതാ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അർഹമുർറാഹിമീനായ റബ്ബ് നമ്മുടെ ഈ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ മരിച്ചുപോയ ആളുകൾക്ക് കബറിലെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് ചെയ്യാൻ മക്കളുണ്ടാവോ, എന്നാലേ കുടുംബം നമ്മൾ തിരിഞ്ഞു നോക്കോ. അറിയോ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ദിക്റുണ്ട്, ചെറിയ ദിക്റാണ്. മരിച്ച ഏതൊരു മയ്യത്തും പരിചയമുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു മയ്യത്തിന്റെ കബറിന്റെ അടുക്കൽ പോയിട്ട് 3 വട്ടം ചൊല്ലേണ്ടത്. ആ ദിക്റ് കബറിന്റെ അടുക്കൽ വെച്ചങ്ങ് ചൊല്ലിക്കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ്, അന്നു മുതൽ ഖിയാമത്ത് നാൾ വരെ ആ കബറിൽ ശിക്ഷയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളിൽ നിന്ന് മരിച്ച ഉപ്പാന്റെ കബറിന്റെ അടുക്കൽ ചെല്ലാം, നമ്മൾ കുടുംബത്തിന്റെ കബറിന്റെ അടുക്കലേക്ക് ചെല്ലാം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മയുടെ കബറിന്റെ അടുക്കലേക്ക് ചെല്ലാം. എന്നിട്ട് ആ സഹപ്രവർത്തകന് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ആ ഉപ്പാക്ക് വേണ്ടി കബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് 3 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ദിക്ർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാമിന അബ്ദി യഖൂലു, ഏതൊരു സത്യവിശ്വാസി, ആ സത്യവിശ്വാസി യഖൂലു 3 മർറാത്ത്, 3 പ്രാവശ്യം അവന്റെ ഇഷ്ടക്കാരനായ ഇൻദ ഖബരി മയ്യിത്തിഹി, തന്റെ മയ്യത്തിന്റെ കബറിന്റെ അടുക്കൽ പോയി ഒരാൾ ചൊല്ലി 3 പ്രാവശ്യം. എന്താ ചൊല്ലിയത്? അല്ലാഹുമ്മ ബിഹഖി മുഹമ്മദിൻ വആലി മുഹമ്മദിൻ ലാ തുഅദ്ദിബ് ഹാദൽ മയ്യിത്ത്. എങ്ങനെ? അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്, അല്ലാഹുമ്മ ബിഹഖി മുഹമ്മദിൻ വആലി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെയും കുടുംബത്തിന്റെയും ഹഖ്ഖുകൊണ്ട് അല്ലാഹുവേ ലാ തുഅദ്ദിബ് ഹാദൽ മയ്യിത്ത, ഈ മയ്യത്തിനെ നീ പരീക്ഷിക്കല്ലേ, ഈ മയ്യത്തിനെ നീ ശിക്ഷിക്കല്ലേ എന്ന് ഈ കബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് 3 തവണ ഏതെങ്കിലും ഒരു സത്യവിശ്വാസി ചൊല്ലിയാൽ ഇല്ല റഫഅ അല്ലാഹു അൻഹുൽ അദാബ ഇലാ യൗമി യുൻഫഖു ഫിസ്സൂർ. സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന സമയം വരെ ആ കബറിൽ ശിക്ഷയില്ല, ഉയർത്തപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്ന പോലെ തന്നെ മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു,
ഒരു മയ്യത്തിനെ മറവ് ചെയ്യുമ്പോ നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ തിരിച്ചു പോകരുത്. പരിചയക്കാരനാണെങ്കിൽ ആ ഖബറിന്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലുക. എന്നിട്ട് എല്ലാവരും മണ്ണ് വാരിയിടുന്ന സമയത്ത് ഇവന്റെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ട മണ്ണുണ്ടല്ലോ, ആ മണ്ണിൽ നിന്ന് ഒരു കുറച്ച് മണ്ണവർ കൈകളിലേക്ക് എടുക്കണം. മുഅ്മിനീങ്ങളെ കേട്ടോളൂ. ഒരാൾ മറവ് ചെയ്യുന്ന സമയത്ത് ആ ഖബറിൽ നിന്നുള്ള മണ്ണ് കുറച്ച് കയ്യിലേക്ക് എടുക്കുക. എന്നിട്ടോ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ, അത് 7 തവണ ഓതുക. മണ്ണ് കബർ കുത്തി കബറിലേക്ക് വലിച്ചിടേണ്ട മണ്ണ്, ആ കബറിലേക്ക് വലിച്ചിടേണ്ട മണ്ണ് കയ്യിലേക്ക് നമ്മൾ ഇടാൻ പോകുന്ന മണ്ണ്. എന്നിട്ടോ ഈ മണ്ണിലേക്ക് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്ത് 7 തവണ ഓതിയതിനു ശേഷം വജഅലഹു മഅൽ മയ്യിത്തി ഫീ ഖബരിഹി ഔ ഖബരിഹി, ഈ മയ്യത്ത് ഈ മണ്ണുണ്ടല്ലോ ഒന്നിരിക്കൽ മയ്യത്തിന്റെ കഫമുടക്കുള്ളിലോ അല്ലെങ്കിൽ ഖബറിലേക്കോ അതേ ഇട്ട് കഴിഞ്ഞാൽ هذا الميت في القبر, ആ മയ്യത്തിന് ഖബറിൽ ശിക്ഷയില്ല. മുഹമ്മദ് റസൂലുള്ളാഹ്. 3 കാര്യം നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു 2 റക്അത്ത് നിസ്കാരം. 2 റക്അത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ആയത്തുൽ കുർസി, ഒരു അൽഹാഖുൽ ഖദർ, എന്നിട്ട് ദുആ ചെയ്യാം. സലാം വീട്ടിന് ശേഷം നമുക്കറിയുന്ന ഭാഷയിൽ ദുആ ചെയ്യാം. പഠിച്ചോനെ, ഞാൻ നിസ്കരിച്ചതിന്റെ ഉദ്ദേശം നിനക്കറിയാം, ഇതിന്റെ പ്രതിഫലം നീ ഞങ്ങളിൽ നിന്ന് മരിച്ച ആളിലേക്ക് എത്തിക്കണേ എന്ന് ദുആയിരിക്കണേ. മനസ്സിലായില്ലേ? രണ്ടാമത് പറഞ്ഞത് മരിച്ച ആളുടെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് 3 പ്രാവശ്യം അല്ലാഹുമ്മ ബിഹഖി മുഹമ്മദി വ ആലി മുഹമ്മദി ലാ തുഅദി ബിഹാദൽ മയ്യിത്ത, 3 പ്രാവശ്യം മനസ്സറിഞ്ഞ് ആ മയ്യത്തിന് വേണ്ടി ദുആയിരുന്നാൽ ആ മയ്യത്തിന് പിന്നീട് ഖബറിൽ ശിക്ഷയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി. മൂന്നാമത് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ കാര്യം, മറവ് ചെയ്യുന്ന സമയത്ത് കയ്യിലേക്ക് കുറച്ച് മണ്ണെടുക്കുക. ഖബറിൽ നിന്ന് മറവ് പുറത്തേക്ക് വലിച്ചിട്ട മണ്ണെടുത്ത് ആ മണ്ണിലേക്ക് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്നത് 7 തവണ ഓതി മന്ത്രിച്ചതിന് ശേഷം ഊതിയതിനു ശേഷം ആ ഖബറിലേക്ക് ഇടുക. ഇതൊക്കെ നമുക്ക് മരിച്ചവർക്ക് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, നമ്മളെ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. കേസറ്റന്നെ ഇറങ്ങിയിട്ടുണ്ട് ഖബറിൽ ഹാജരാക്കി. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. കിട്ടാണി മൈക്കൂടെ അതിൽ വിഷയിക്കാൻ പറഞ്ഞു. മഹാനായ നബീന മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അശദ്ദ ലാ യഅതി അലൽ മയ്യിത്തി അശദ്ദു മിനൽ ലൈലത്തിൽ ഊലാ, ആദ്യ രാത്രിയേക്കാൾ പ്രയാസമായ ഒരു അവസ്ഥയും മയ്യത്തിന് വരാനില്ല. എന്നിട്ടോ അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞൊരു പദമുണ്ട്, ഫർഹമൂ ബിസ്സദഖതി മയ്യമൂത്, നിങ്ങളിൽ നിന്ന് മരിച്ച ആളുകളോട് നിങ്ങൾ കരുണ ചെയ്യണേ. ബിസ്സദഖതി മയ്യമൂത്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സ്വതക്കാകൾ കൊടുത്തുകൊണ്ടോ നിങ്ങളെ മയ്യത്തുകളോട് നിങ്ങളെ കരുണ ചെയ്യണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് മുസ്തഫ. മരിച്ചയാളെ മരണപ്പെട്ടു പോയ കൊല്ലങ്ങൾക്ക് മുമ്പായ ഒരുപാട് നമ്മൾ കൊടുത്തതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ സഹായം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നമ്മുടെ കേരള എന്ന പോലെ തന്നെ മുത്തഅല്ലിമീങ്ങളെ കിതാബിന്റെ പേരിലായാൽ തരുന്നത് എല്ലാം ഉപകാരമാണ്. മുത്തഅല്ലിമീങ്ങളെ കിതാബിന് കൊടുത്ത കിതാബ് ആരൊക്കെ എവിടെയൊക്കെ മുത്താന ചെയ്യുന്നു എന്നെല്ലാം മുത്താന ചെയ്യുന്നു, അതിന്റെയൊക്കെ സവാബ് അല്ലാഹു തആല ഖബറിലേക്ക് തരിക തന്നെ ചെയ്യും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആർക്കും തരാൻ പറ്റും, ആരെണീറ്റെന്ന് പറയാൻ പറ്റില്ല. ഫർഹമു ബിസ്സദഖതി മയ്യമൂത്, ഞാൻ കൊടുത്തോളൂ ഉസ്താദ് 5000 രൂപ. അത് നമ്മുടെ ഖബറിൽ മരിച്ചുപോയ ആളുകളുടെ ഖബറിലേക്ക് തരാൻ പറ്റുന്ന ഒരാൾ
ഒരാൾക്ക് 5000 കൊടുക്കാൻ പറ്റൂല, എന്നാലും 3013 അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ 1000 രൂപയെങ്കിലും നമ്മളൊക്കെ കൊടുക്കണം. കൊടുത്താൽ ഒന്നും വെറുതെ ആവില്ല. അള്ളാഹു തന്നെ സ്വീകരിക്കുമാറാകണം. അള്ളാഹുവിനെ സ്വീകരിക്കണം. ആരെ ഈമാനോടുകൂടെ ഞാൻ കൊടുത്തോളാം തുടക്കം കൊടുക്കാൻ പറ്റിയ ഒരാൾ എത്ര 1000 രൂപ, എത്ര 1000 രൂപ. എന്താ പേര്? അബ്ദുല്ലാഹി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിങ്ങൾ സ്വലാത്ത് ഉഷാറാക്കി. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളെ മുതഅല്ലിമീങ്ങളെ മുൻനിർത്തി, ഉസ്താദുമാരെ മുൻനിർത്തി, മുഅ്മിനീങ്ങളെ മുൻനിർത്തി, കുഞ്ഞുമക്കളെ മുൻനിർത്തി ദുആയിരക്കുകയാണ്. ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെങ്കിലും റബ്ബേ, മുതഅല്ലിമീങ്ങളെ ദുആയിന് ഉത്തരമുണ്ടല്ലോ. 1 രൂപ കൊടുത്താൽ 1 ലക്ഷത്തിന്റെ പ്രതിഫലമാണ്. എന്നാൽ ഇവിടെ 1000 രൂപ ഹാജിയാരെ കൊണ്ട് കഴിയുന്നത് കൊടുത്തിട്ടുണ്ടോ തമ്പുരാനെ? അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബുകൾ എത്തിക്കണേ അല്ലാഹ്. എല്ലാ അപകടങ്ങളിൽ നിന്നും കുടുംബത്തെയും അദ്ദേഹത്തെയും നീ കാത്തോളണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീ അകറ്റി കൊടുത്തോളണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അപകടങ്ങളിലൊന്നും കൊടുക്കരുതേ അല്ലാഹ്. മാരക രോഗങ്ങളൊന്നും കൊടുക്കരുതേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ അകറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാ സാഹചര്യങ്ങളെ സിഹറിലുള്ളോ റബ്ബേ നീ കാവൽ നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. എന്താ പേര്? രണ്ടാണ്. എന്താ പേര്? ഒന്ന് ഫാറൂഖ് ഹാജി, മറ്റാള് ഒക്കെ ആദ്യമാരല്ലേ? ഭാഗ്യവാൻ തന്നെയാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. 2000 രൂപ 1000 നമ്മളെ പുറമെ മൊയ്തുട്ടി ഹാജി, ഫാറൂഖ് ഹാജി, 2000. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ആരോട് എഴുതി വെക്കണം? 1000 രൂപ അല്ലേ? പോലീസ് മാമലാജിക്കടെ പേടിയാണ് ഈ പോലീസ്. എവിടെ നിങ്ങളെ കണ്ട അങ്ങനെ പേടിയാണ്. അല്ലാഹു തആല ഈമാൻ നിലത്തി കൊടുക്കട്ടെ. കേരളത്തിലെ പോലീസുകാരെ വർത്താനൊക്കെ ഉണ്ടാക്കണം. നിങ്ങളില്ലട്ടോ ഞങ്ങളെ പോലീസൊക്കെ നിങ്ങളെ ആ വർഗത്തിലെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന നല്ലവരുണ്ട്. പെണ്ണുങ്ങളെ ഭാഗത്ത് ഒന്നും പോലെ സ്ഥലം 1000 പിരിഞ്ഞ നിങ്ങളൊരു 10-15 അടുത്തിന് പിരിയും. അത് തുടങ്ങണം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അപ്പൊ ഈ ഗൾഫിലെ പോലീസുകാരും ഇവിടുത്തെ പോലീസുകാരും മാറ്റുണ്ട്. എന്താ പറയുന്നത്? ഇവിടുത്തെ ചില പോലീസുകാർ നല്ലോണം മേടും, ചീറ്റി നല്ലോണം പാലും. ഇപ്പൊ അവിടുത്തെ പോലീസുകാരെങ്ങനെ അസ്സലാമു അലൈക്കും വേണ്ടി വയറ്റത്തും നല്ലോ പൊട്ടിക്കണമെങ്കിൽ ആദ്യത്തെ സലാമൊക്കെ പറഞ്ഞ് മകനൊക്കെ പറഞ്ഞ് കുറെ ആദ്യം പറഞ്ഞ് പിന്നെ പാടാന്ന് പറഞ്ഞു. ഇവര് പിന്നെ ആദ്യം പറച്ചിലൊക്കെ പറയും, പിന്നെ അടിയൊക്കെ നന്ന കുറവാക്കാൻ. അല്ലാഹു തആല അവർക്കൊക്കെ ആശിച്ചു കൊടുക്കുമാറാകട്ടെ. ദീനിനും ദുനിയാവിനും നമ്മുടെ സമൂഹത്തിനും നാടിനും ഉപകരിക്കുന്ന നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരെ അല്ലാഹു ഇനിയും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിരക്കാനുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇവിടെ സ്വലാത്ത വേണ്ടി ഇഞ്ച വയന മോന്റൊക്കെ വേണ്ടി നിങ്ങളെ ദുആ അതവരൊക്കെ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഓലേക്കുന്ന ഒരു അഭിന് കൊടുത്തില്ല, ഒരു കരാറ് വാങ്ങിയേക്കാം. നിങ്ങളുടെ സംഭാവന എന്നോട് ഞങ്ങൾ ദുആരക്കാം. എന്നിട്ട് നമ്മളിപ്പോ സംഭാവനയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ അണ്ണാൻ്റെ ഇങ്ങനെ അതാ അഭിന് പഠിച്ചത് അപ്പൊ ചോദിക്കുമല്ലോ, കരാറും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്താവന. അതുകൊണ്ട് അത് എന്ത് ചെയ്യാം? ആത്മാർത്ഥതയോടുകൂടെ ആമീൻ പറയണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുള്ളൂ.
ആ SBS കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞോളൂ. കാര്യങ്ങൾ ഉമ്മാരെയൊക്കെ ഉണ്ടെങ്കിലും മണിക്കോണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد الله 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 പെണ്ണിന് വേണ്ടി ഭർത്താവിന് വേണ്ടി ഒരു പെണ്ണുങ്ങൾ അതിനോട് വെറ്റ പൈസ വേറെ പെണ്ണുങ്ങൾ വേറെ അമ്മാവത്തിനെ കബൂലാക്കുമ്പോൾ ഈ വെത്തിങ്ങനെ തീരുമ്പോൾ അതിനെ പൈസ വരുന്നു. ഒരു 10-50 ഉറുപ്പിക കിട്ടട്ടെ. أنت تطلع بيننا من كواكبك البدور والماء أشرف منه يا سيدي خير النبي حسبي ربي ما في قلبي غير الله نور لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أرحم الراحمين يا ملك الملوك يا راج سيدا يا الله ഞങ്ങൾ സാധുക്കളാണ് പാപികളാണ് ചോദിക്കുമ്പോഴേക്ക് ആത്മാർത്ഥതയോടുകൂടെ റഹ്മാനായ റബ്ബേ കഴിയുന്നതിനേക്കാൾ കൂടുതലായി 1000 രൂപ തന്നുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കുന്ന ഹാജിയാന്മാരുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഉമ്മമാരുണ്ട്. അല്ലാഹ് അവരെ മനസ്സിനകത്തുള്ള വേദനകളും യാതനകളും അറിയുന്ന റബ്ബേ സ്വതക്കയുടെ ഹക്ക് ബർക്കത്ത് കൊണ്ടോ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നോ അറ്റാക്കിൽ നിന്നോ മാരകമായ രോഗത്തിൽ നിന്നോ ക്യാൻസറിൽ നിന്നോ അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് അർഹമുർ റഹീമീനായ റബ്ബേ മരിച്ചുപോയ ഭർത്താവിന്റെ കബറിടത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു ഉമ്മയതാ 1000 രൂപ തന്നിട്ടുണ്ടോ? ഒന്നും വെറുതെയാക്കല്ല അല്ലാഹ്. ഓൺലൈനിൽ ഒരു സഹോദരൻ ബഷീർ 5000 രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ് മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി ദുആയിരക്കാൻ വേണ്ടി പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഇയാൾ. സല്ലല്ലാഹു അലാ മുഹമ്മദ് കസോലാത്ത് أنت أم أم أبو ما رأينا فيهما أنت أم أم أبو ما رأينا فيهما إلى حسنك قط يا سيدي خير النبي حسبي ما في قلبي غير الله لا إله إلا الله
നിന്റെ മഹത്വമെന്നോ മരിച്ചവന്റെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലോ. റഹ്മാനായ റബ്ബേ, 1000 തഹ്ലീലുകളോ ഞങ്ങളെ ഈ സദസ്സിൽ നിന്ന് പോകുന്നുണ്ടോ? ഞങ്ങളെ മുതഅല്ലിമീങ്ങളെ ഹദ്ദാൽ ചെല്ലുമ്പോൾ ചൊല്ലുന്ന തഹ്ലീലുകളും മറ്റെല്ലാ തഹ്ലീലാത്തുകളും നീ സ്വീകരിക്കണേ അല്ലോ. എല്ലാം ഞങ്ങൾക്ക് സദഖ ചെയ്യുന്ന സംഭാവന നൽകുന്നവരിലുള്ളൂ. മരിച്ചവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലോ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ 5000 രൂപ തന്നിട്ടുണ്ട്. റബ്ബേ, വിഷമങ്ങളൊക്കെ അകറ്റണേ റഹ്മാനേ, വിഷമങ്ങളൊക്കെ അകറ്റണേ റഹ്മാനേ. ആഫിയത്ത് നൽകണേ റഹ്മാനേ, ശമ്പളത്തിൽ വർധനവ് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, ആയുരാരോഗ്യം നൽകണേ അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. ഉപ്പാക്ക് വേണ്ടി ദുആയിരക്കാൻ പറഞ്ഞ് 5000 തന്ന സഹോദരന്റെ ആ ഉപ്പാന്റെ ഖബറിലോ നീ ഖൈറിലാക്കണേ അല്ലാ. ഖബറിലുള്ള ജീവിതം സന്തോഷകരമായി നീ കബൂലാക്കണേ അല്ലാ. സയ്യിദിനാ മുഹമ്മദ് ടി.കെ. ഹുസൈൻ 1000 അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ആക്കിബത്ത് എന്നാ വേണ്ടി വരുന്നതാണ് അല്ലേ? റഷീദ് അല്ലാഹു തആല ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് അവർക്കൊക്കെ തൗഫീഖ് ചെയ്യുന്നതാണ്. മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി ഒരു സഹോദരൻ 1000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആദ്യം പറഞ്ഞാൽ പേരില്ല. മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടി അവരൊക്കെ ഒരു സഹോദരി 1000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിങ്ങൾ 1000 ടീച്ചർ പേര് എന്നിട്ട് മതി 5000ന്റെ വർത്താനം. ഇസ്മായിൽ 5000 അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. 3000 അൽഹംദുലില്ലാ. 2000 നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് പാസ്സാക്കാം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് സ്വലാത്തിന്റെ 3000ന്റെ പവർ കാണില്ല. اللهم صل على محمد. अजमीर वालों सुल्तानों रे आजा मोइनुद्दीन चिश्तियों रे. अजमीर वालों रे आजा मोइनुद्दीन चिश्तियों रे. പാപികൾ ഞങ്ങളെ കാത്തിടണേ, പാപികൾ ഞങ്ങൾക്ക് തുണയേകണേ അല്ലാ 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 അല്ലാ. ഹസ്ബി റബ്ബി ജല്ല നൂർ മുഹമ്മദ് സല്ലല്ലാഹു നീ സ്വീകരിക്കണം റഹ്മാനെ. വിഷമങ്ങളൊക്കെ അകറ്റി കൊടുക്കണേ റഹ്മാനെ. മരിച്ചവരെ അവരുടെ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ പൊറുക്കണേ അല്ലാ. ആഫിയത്ത് നിലനിർത്തണേ അല്ലാ. ആരോഗ്യം നിലനിർത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, വിഷമങ്ങളൊക്കെ അകറ്റണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്ന പല ആളുകളും സഹകരിക്കുന്നവരുണ്ട്. തമ്പുരാനേ, ഒരു ദുആ നീ വെറുതെയാക്കല്ല അല്ലാ. ഞങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, കുഞ്ഞുമക്കളുടെ മുതഅല്ലിമീങ്ങൾ ആമീൻ പ്രതീക്ഷിച്ചുകൊണ്ടാ. ഒന്നും നീ വെറുതെയാക്കല്ല അല്ലാ. ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാ. മുത്തുനബിയെ കാണാൻ ഞങ്ങളെയും അവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. നേരത്തെ 3000 5000 അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ആ നേരത്തെ തന്നെ 3000 5000 ആക്കിയിട്ടാണ്. അപ്പൊ 2 മണി കൂട്ടിയില്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ.
കൊടുത്തു കഴിഞ്ഞു. ഓൺലൈനിൽ പിന്നെ നിങ്ങൾ പോയി അക്കൗണ്ട് കണ്ട് ഒരു 1000 തരാൻ വേണ്ടിയിട്ടാണ് ഈ കളിക്കുന്നത്. മൊത്തം ഹിസാബിന് തരണിട്ട് എത്രയായോ കളികൾ? ഒരു 10,000 ആയോ? ആണുങ്ങൾ പറയുമ്പോൾ നിങ്ങളാരെങ്കിലും സഹകരിക്കാം. അത് പറഞ്ഞ പൈസ ഒന്നും വാങ്ങുന്നില്ല, ഉറപ്പുണ്ട് കച്ചിനെ പൊന്നെന്നാലും മതിയെന്നില്ല. ഞാൻ പിന്നെ ചോദിക്കാനാണ് നിർത്തിയത്. ആഴ്ച അയാള് കണ്ണം തിരിച്ചു പോയി അത് ജീവിതത്തിൽ. എന്നാലും നിങ്ങൾ ബന്ധപ്പെട്ട് നന്നായി നമ്മളെ സ്വീകരിക്കട്ടെ. നമുക്ക് പിന്നെ അങ്ങനത്തെ അഹങ്കാരമൊന്നുമില്ല. ശംസുദ്ദീൻ ഫാദിൽ അല്ലാഹു തആല സ്വീകരിക്കുമാറാണ്. പിന്നെ പെട്ടെന്ന് നോക്കി കൈ ഞാൻ നിർത്തി പരിപാടി വലിയൊരു ഒരു 5-8 വോട്ട് കഴിഞ്ഞ നിങ്ങളെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ആണുങ്ങളെ ഭാഗത്തൊക്കെ എന്തായാലും കഴിഞ്ഞ മോലാളന്മാരൊക്കെ തീർന്നു അവിടുത്തെ. ഇത് നോക്കി പൈസ അതിന് ഞാൻ വെറ്റുന്നില്ല. അതിനെ കുറച്ച് പാടില്ല. പിന്നെ ഒരു 1000 കിട്ടി നമുക്ക് വെയിറ്റല്ല. 1000 അതാ ഒരു ഹരിയും. എന്താ പേര്? അൽഹംദുലില്ലാ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. എട്ടിക്കുളമിലെ നായകരെ ആജുൽ ഉലമ വലിയവരെ, എട്ടിക്കുളങ്ങര നായകരെ ആജുൽ ഉലമ വലിയവരെ, പാപികൾ ഞങ്ങളെ കതിടണേ, പാപികൾ ഞങ്ങളെ തുണയേകണേ. മൂന്ന് പണികൾ 2000 വീതം, 1000 വീതം 3 പണികൾ 3000 അല്ലെ? അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമീനായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ചോദിച്ചപ്പോഴേക്ക് ഞങ്ങളുടെ സഹോദരന്മാരും സഹോദരിമാരും അവരെ കൊണ്ട് കഴിയുന്നത് ഞങ്ങളിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹ്, എല്ലാ വിഷമങ്ങളും അറിയുന്ന എല്ലാ മുഴുവായ രാജസയ്യിദായ അല്ലാഹ്, കൊടുക്കാൻ കഴിയില്ല, ഒന്നും വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. ഇവിടെയുള്ള ദുആയെ അവർക്ക് പ്രതീക്ഷയുള്ളൂ. ഈ ദുആ സ്വീകരിക്കണം റഹ്മാനെ. ലോകത്തിന്റെ വല്ല അംശവും അവരെ കുടുംബത്തിലോ അവർക്കോ ഉണ്ടെങ്കിൽ നീ കരിച്ചു കളയണേ അല്ലാഹ്. അറ്റാക്ക് നൽകല്ല അല്ലാഹ്, മാറാവ്യാധികൾ നൽകല്ല അല്ലാഹ്. മക്കളിലും കുടുംബത്തിനും ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. سيدنا محمد